അടുത്തതായിട്ട് പറയുന്നത് ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് ആണ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് യൂസിങ് ബാക്ക് ട്രാക്കിംഗ്. Let G of V E be a connected graph with n vertices. A Hamiltonian cycle is a round trip path along n edges of G that visits every vertex once and returns to its starting point. ഇപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു n എഡ്ജസ് ഉള്ളൊരു ഗ്രാഫ് ആണെങ്കിൽ അതിലെ എല്ലാ വേർട്ടെക്സും എക്സാക്ട്ലി വൺ ടൈം നമ്മൾ വിസിറ്റ് ചെയ്യും എക്സെപ്റ്റ് ദി സ്റ്റാർട്ടിങ് വേർട്ടെക്സ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ വേർട്ടെക്സും വിസിറ്റ് ചെയ്ത് ലാസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് വേർട്ടെക്സിലേക്ക് തന്നെ എത്തുന്ന ആ ഒരു പാത്താണ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ തന്നെ എത്തുന്നതാണ് എന്താ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാഫാണ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് ഗ്രാഫ് ഉണ്ട്, അതായത് G1ഉം G2ഉം. ഇപ്പോൾ G1ഉം G2ഉം നമുക്ക് അവിടെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ആണോ നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു പാത്ത് എടുക്കാം? 1 2 1 2ലേക്ക്, 2 8ലേക്ക്, 8 7ലേക്ക്, 7 6, 6 5, 5 4, 4 3 and 3 1. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ 1 സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 1ലേക്ക് തന്നെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ വേർട്ടെക്സും ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. 1 to 2, 2 to 8 അങ്ങനെ ഓരോ നോഡ്സും വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് എവിടത്തേക്ക് തന്നെ എത്തുന്നുണ്ട്? 1ലേക്ക് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഗ്രാഫ് ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിളാണ് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ഗ്രാഫ് അതായത് G2 എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 1 തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2ലേക്ക് പോയി, 2 3ലേക്ക് പോയി, 3 4ലേക്ക് പോയി, തിരിച്ച് നമ്മൾ എവിടത്തേക്കാണ് വരുന്നത്? 2ലേക്കാണ് വരുന്നത്. 2 പിന്നീട് നമ്മൾ 5ലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് 1ലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു രീതിയിൽ വരാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആർട്ടിക്കുലേഷൻ പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു ജംഗ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ബൈ കണക്റ്റഡ് കോമ്പോണൻസ് ഒക്കെ പറയുന്ന സമയത്ത് ആർട്ടിക്കുലേഷൻ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു വേർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 കോമ്പോണൻസ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഒരു ആർട്ടിക്കുലേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു G2 എന്ന് പറയുന്ന ഗ്രാഫിൽ 2 എന്ന് പറയുന്ന വേർട്ടെക്സ് ഒരു ആർട്ടിക്കുലേഷൻ പോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിക്കുലേഷൻ പോയിൻ്റ് ഉള്ളൊരു ഗ്രാഫിൽ ഒരിക്കലും ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാവില്ല. അപ്പോൾ അത് ഇല്ല എന്ന് പറയാനുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പഠിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരിച്ച് ആ ഒരു വേർട്ടെക്സിലേക്ക് തന്നെ എത്തുന്നൊരു പാത്താണ് നമ്മൾ അതിലും പറഞ്ഞത്. പക്ഷെ അതും ഹാമിൽട്ടോണിയൻ സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ നമ്മൾ മിനിമം കോസ്റ്റാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇവിടെ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു വേർട്ടെക്സിൽ നിന്നും ആ ഒരു വേർട്ടെക്സിലേക്ക് തന്നെ എത്തുന്ന എല്ലാ പോസിബിളായിട്ടുള്ള പാത്തും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. ദെൻ ഗ്രാഫ് മേ ബി ഡയറക്റ്റഡ് ഓർ അൺഡയറക്റ്റഡ്. ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡയറക്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ എന്താ അൺഡയറക്റ്റഡ് ആയിരിക്കാം. ആൻഡ് ദ ബാക്ക് ട്രാക്കിംഗ് സൊല്യൂഷൻ വെക്ടർ x1 x2 etc xn ഈസ് ഡിഫൈൻഡ് സോ ദാറ്റ് xi represents the ith visited vertex of the പ്രപ്പോസ്ഡ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ വെക്ടർ x1 x2 etc xn എന്ന് പറയുമ്പോൾ അവിടെ എത്ര വേർട്ടെക്സ് ഉണ്ട്? ആ ഗ്രാഫിൽ n വേർട്ടെക്സ് ഉണ്ട്. അപ്പോൾ ആ n വേർട്ടെക്സിൽ ith xi എന്ന് പറയുന്നത് ith വിസിറ്റഡ് വേർട്ടെക്സ് ആണ്. അപ്പോൾ നമ്മളൊരു സൈക്കിൾ, ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ith വിസിറ്റഡ് വേർട്ടെക്സ് ആണ് നമ്മൾ ആ ith പൊസിഷനിൽ ഉണ്ടായിരിക്കുന്നത്, xith പൊസിഷനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഏത് നോഡാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് x1 എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ 5th നോഡിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് എങ്കിൽ x2 എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ആ ഒരു സൈക്കിളിൽ നമ്മൾ സെക്കൻഡ് വിസിറ്റ് ചെയ്ത വേർട്ടെക്സ് ഏതാണോ അതാണ് x2 എന്ന് പറയുന്നതിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ x2 എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഏതാണോ വിസിറ്റ് ചെയ്യുന്നത് ആ വേർട്ടെക്സ്. ഓക്കെ, ഇഫ് k is equal to 1 then x1 can be any of the n vertices. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1 എന്ന് പറയുന്നത് ഏതൊരു വേർട്ടെക്സും ആവാം. Then to avoid printing the same cycle n times we require that x1 is equal to 1. അതായത് നമ്മൾ സെയിം സൈക്കിൾ തന്നെ വീണ്ടും വീണ്ടും പ്രിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, n ടൈംസ് പ്രിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് എവിടെ തന്നെ പറയുന്നു? x1 is equal to 1 തന്നെ
പറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഗ്രാഫ് വരച്ചു, അവിടെ ആ ഗ്രാഫിൻ്റെ പാത്ത് എന്ന് പറയുന്നത് 1 2 3 4 5, ദെൻ അവിടുന്ന് വീണ്ടും 1ലേക്ക് തന്നെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേറൊരു പാത്ത് പറയുന്നു 2 3 4 5 1 then 2. അപ്പോൾ ഇവിടെ പറയുമ്പോഴും നമ്മൾ ഓർഡർ എന്ത് തന്നെയാണ്, സെയിം ആണ്. കാരണം 1 തുടങ്ങി 1ൽ അവസാനിച്ചു. അപ്പോൾ 1 കഴിഞ്ഞാൽ 2 3 4 5 1, ദെൻ അതുപോലെ തന്നെയാണ് വരുന്നത്. ആ സെയിം ഓർഡർ തന്നെയാണ് ആക്ച്വലി ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതും തമ്മിൽ നമുക്ക് ഡിഫറൻസ് തോന്നിക്കഴിഞ്ഞാലും ആക്ച്വലി അത് രണ്ടും സെയിം പാത്താണ്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റാർട്ടിങ് x1 = 1 ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, then if 1 less than x less than n, then xk can be any vertex v that is distinct from x1 x2 etc xk minus 1 and v is connected by an edge to xk minus 1. അതായത് നമ്മളിപ്പോൾ k vertex ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത k-1 വരെയിൽ ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വിസിറ്റ് ചെയ്യേണ്ട വേർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത വേർട്ടെക്സ് ആവരുത്. മനസ്സിലായോ? കാരണം ഇപ്പോൾ 1 നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ വെക്ടർ പറയുമ്പോൾ നമ്മൾ x1 x2 x3 പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി 1ഉം 2ഉം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വിസിറ്റ് ചെയ്യുന്ന വേർട്ടെക്സ് എന്ന് പറയുന്നത് 1ഓ 2ഓ ആവാൻ വേണ്ടി പാടില്ല. നെക്സ്റ്റ് വേറൊരു വേർട്ടെക്സ് ആയിരിക്കണം നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ 3 ആയിരിക്കാം അല്ലെങ്കിൽ 4 ആയിരിക്കാം. നമ്മളത് ആ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം x1 തൊട്ട് xk വരെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ xkth വേർട്ടെക്സ് എന്ന് പറയുന്നത് xk-1 വേർട്ടെക്സിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേർട്ടെക്സ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം 1 2 നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വേർട്ടെക്സ് ആയിരിക്കണം. ഓക്കെ, ദെൻ ആ വേർട്ടെക്സിന് ഈ xk-1th വേർട്ടെക്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ 3 ആണ് ഇവിടെ കൊടുത്തതെങ്കിൽ 2ന്ന് 3ലേക്ക് എന്തുണ്ടായിരിക്കണം, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Next, the vertex xn can be the only one remaining vertex that must be connected to both x-1 and x1. അപ്പോൾ x എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന വേർട്ടെക്സ് ആകുമ്പോൾ ആ വേർട്ടെക്സിന് എവിടത്തൊക്കെ കണക്ഷൻ ഉണ്ടായിരിക്കണം, xn-1ലേക്കും കണക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ x1ലേക്കും കണക്ഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് x1 ആണ്. അപ്പോൾ ലാസ്റ്റിന് തിരിച്ച് എവിടത്തേക്ക് തന്നെ വരണം, ഫസ്റ്റിലേക്ക് തന്നെ വരണം. അതുകൊണ്ട് തന്നെ x1ലേക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ xn എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് നമ്മൾ പറയുമ്പോൾ ആ xnന് xn-1നും ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം, അതുപോലെ തന്നെ x1ഉമായിട്ടും കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ 1 2 3 കൊടുത്തു കഴിഞ്ഞാൽ 1ന്ന് 2ലേക്ക് കണക്ഷൻ, 2ന്ന് 3ലേക്ക് കണക്ഷൻ, തിരിച്ച് 3ന്ന് 1ലേക്കും ഒരു കണക്ഷൻ ഉണ്ടാവണം, ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സൈക്കിൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ ഒരു അൽഗോരിതം നമ്മൾ കൊടുത്തിരിക്കുകയാണ്, അൽഗോരിതം ഹാമിൽട്ടോണിയൻ ഓഫ് കെ. ദെൻ ദിസ് അൽഗോരിതം യൂസസ് എ റിക്കേഴ്സീവ് ഫോർമുലേഷൻ ഓഫ് ബാക്ക് ട്രാക്കിംഗ് ടു ഫൈൻഡ് ഓൾ ദ ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് ഓഫ് ദി graph, and the graph is stored as an adjacency matrix G 1 to n or n by n, and all cycles begins at node 1 and repeat generate values for xk. Then we will call next value k, and if xk is equal to 0 then return, and if x is equal to n then write else Hamiltonian of k-1, else false. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഓൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾസ്. നമ്മൾ പറഞ്ഞു ആ ഒരു ഗ്രാഫിലെ എല്ലാ പോസിബിളായിട്ടുള്ള സൈക്കിൾസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, ഒരു മിനിമം കോസ്റ്റ് മാത്രമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, നമ്മൾ തുടങ്ങുന്നത് 2, കാരണം ഫസ്റ്റ് 1 എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്നായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു അഡ്ജസൻസി മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വേർട്ടെക്സിന് വേറൊരു വേർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ട് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, അതല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു വേർട്ടെക്സിന് ഒരു അഡ്ജസൻസി മാട്രിക്സ് നമ്മൾ ആദ്യം വരയ്ക്കുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആ ഒരു മാട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് n/n മാട്രിക്സ് ആയിരിക്കും. n എന്ന് പറയുന്നത് വേർട്ടെക്സിൻ്റെ നമ്പർ. ഓക്കെ, ആ ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് വേർട്ടീസസ് ആണ്. ദെൻ എല്ലാ സൈക്കിൾസും ബിഗിൻ ചെയ്യുന്നത് നോഡ് 1-ലാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് വാല്യൂ ആണ്. അതായത് ഏത് ലീഗലായിട്ടുള്ള ഏത് നെക്സ്റ്റ് വാല്യൂ ആണ് നമ്മളവിടെ അസൈൻ ചെയ്യുന്നത്, അതിന് നമ്മൾ നെക്സ്റ്റ് വാല്യൂ കോൾ ചെയ്യും. നമ്മൾ ഓൾറെഡി ഗ്രാഫ് കളറിങ്ങിൽ പഠിച്ച അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഹാമിൽട്ടോണിയൻ സൈക്കിളിലും വരുന്നത്. ദെൻ ഇപ്പോൾ ഇവിടെ x(k)=0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യാണ് ഇവിടെ. Then if k=n then write x1. അതായത് നമ്മൾ ഓൾറെഡി എല്ലാ വേർട്ടീസസും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് k=n, അതായത് നമ്മൾ ലാസ്റ്റ് വേർട്ടെക്സും ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റൈറ്റ് ചെയ്യാം. അല്ലെങ്കിലോ നമുക്ക് നെക്സ്റ്റ് നോഡിനെ അല്ലെങ്കിൽ വേർട്ടെക്സിനെ കോൾ ചെയ്യാം ഹാമിൽട്ടോണിയൻ ഓഫ് k+1. ഓക്കെ, ഇനി ഇത് ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യും. എന്തിനാണ്? എല്ലാ പോസിബിളായിട്ടുള്ള സൈക്കിൾസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫിനിറ്റി ലൂപ്പ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. ഡു വൈൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ആൻഡ് ലൂപ്പ് അവിടെ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, അൽഗോരിതം ഫോർ ജനറേറ്റിംഗ് ന്യൂ വേർട്ടെക്സ്. സോ ഹിയർ x1 to k-1 is a path of k-1 distinct vertices. If x of k is equal to 0, then no vertex has as yet been assigned to xk, and after execution xk is assigned to the next highest numbered vertex which does not already appear in x1 to k-1 and is connected by nh to xk-1. Otherwise xk is equal to 0. If k is equal to n, then in addition of xk is connected to x of x1. Okay, അപ്പോൾ ഇവിടെ റിപ്പീറ്റ് xk is equal to xk+1 mod n+1, അതായത് നെക്സ്റ്റ് വേർട്ടെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇഫ് xk is equal to 0 then return. if g of x of k-1 xk not equal to 0, then for j is equal to 1 to k-1 do if xj is equal to xk then break. So we are here checking for distinctness, and if j is equal to k, then if k less than n or k is equal to n and g of kn x of 1 not equal to 0 then return. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് k is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര വേർട്ടെക്സ് ഉണ്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് പോകുന്നത്. ഓക്കെ, നമ്മൾ x1 x2 x3 എന്നുള്ള രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 ഓക്കെ 5 വേർട്ടെക്സ് ഉണ്ട്. അപ്പോൾ n+1 വരെ നമ്മൾ നോക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 1 ആണ്, സ്റ്റാർട്ടിങ് 1 ആണ്. അതായത് x of 1 എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് ഹാമിൽട്ടോണിയൻ ഓഫ് 2 ആണ് നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇവിടെ 2 ആണ് എടുക്കേണ്ടത്, കാരണം 1 ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ 1 1ലേക്ക് നോക്കേണ്ട കാര്യമില്ല. 1 to 2 നമുക്കൊരു പാത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഏതെടുക്കുന്നു? 3 എടുക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് ലാസ്റ്റ് വരെ വരുന്നുണ്ട് എങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു 0, അതായത് നമുക്കവിടെ എഡ്ജ് ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാം. ദെൻ അവിടെ എന്ത് ചെയ്യണം? ഇപ്പോൾ 5 വരെ നമ്മൾ കൊടുത്തു. ഓക്കെ, 4 5 വരെ വേർട്ടെക്സ് ഉണ്ട്. അപ്പോൾ 5 വരെ കൊടുത്തു. 5 വരെ കൊടുത്തിട്ട് 5 എന്ന് പറയുമ്പോൾ ഇവിടെ 5 k is equal to 5. 5 mod 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 5 mod 5 മീൻസ് 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇഫ് എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 5 mod 5 ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേർട്ടെക്സ് ഇല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5 mod 5 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 0 വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാമിൽട്ടൺ k-1, അതായത് തൊട്ട് മുന്നത്തെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. തൊട്ട് മുന്നത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 4 ഉള്ളതെടുത്ത് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു രീതിയിൽ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദെൻ ഇഫ് ജി k-1 എക്സ് ഓഫ് കെ നോട്ട് ഈക്വൽ ടു 0, അതായത് നമുക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുക. അതായത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഒരു
വേർട്ടെക്സിൽ നിന്ന് വേറൊരു വേർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവിടെ ഒരു വാല്യൂ ഉണ്ട്, വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, j is equal to 1 to k minus 1 if x of j is equal to x of k. അതായത് നമ്മളത് രണ്ടും സെയിം ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്തതിന് ശേഷം if j is equal to k, ദെൻ അതായത് നമ്മൾ ആ വേർട്ടെക്സ് അത് ട്രൂ ആണ്, കാരണം j is equal to k എന്നുള്ളത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഫ് k less than n or k is equal to n, അതായത് അത് രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ അത് തമ്മിൽ വേർട്ടെക്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും നമ്മൾ എന്താ ചെയ്യുക, ഓരോ പ്രാവശ്യം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വേർട്ടെക്സിനും നെക്സ്റ്റ് വേർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യും. അതിനുശേഷം ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് പോസിബിലിറ്റി ലാസ്റ്റ് വരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ലാസ്റ്റ് വരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ വാല്യൂസ്, കാരണം അവിടുന്ന് നെക്സ്റ്റ് വാല്യൂ x(n)ന്ന് x1ലേക്ക് ഒരു എഡ്ജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. k less than n or k is equal to n and g of x of n and x of 1. അതായത് ആ ലാസ്റ്റ് വേർട്ടെക്സും ഫസ്റ്റ് വേർട്ടെക്സും തമ്മിൽ എന്തുണ്ടോയെന്ന്, എഡ്ജ് ഉണ്ടോയെന്ന്. ഓക്കെ, അവിടെ അതുകൊണ്ടാണ് നോട്ട് ഈക്വൽ ടു 0 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അപ്പോൾ അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഒരു സൊല്യൂഷൻ കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റ് പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വാല്യൂ അൽഗോരിതം ഈസ് സ്റ്റാർട്ടഡ് ബൈ ഇനീഷ്യലൈസിങ് ദി അഡ്ജസൻസി മാട്രിക്സ് g1 to n ആൻഡ് ദെൻ സെറ്റിംഗ് x2 to n to 0 and x1 to 1. then execute Hamiltonian 2. അതായത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഇപ്പോൾ 1 2 3 4 5 ആണെങ്കിൽ ഫസ്റ്റത്തിൽ 1 കൊടുക്കും, ബാക്കിയെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ആക്ച്വലി 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ ചെയ്യേണ്ടി വരും. റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെ അത് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇത് ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2 എടുത്തു. അപ്പോൾ 1 to 2ലേക്ക് ഇനി ഒരു എഡ്ജ് ഉണ്ടോ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട് എങ്കിൽ നെക്സ്റ്റ് പൊസിഷൻ നമ്മൾ ആദ്യം അടുത്തായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഇപ്പോൾ 3 ആണ് എങ്കിൽ ഇവിടെ സപ്പോസ് 3 നമ്മൾ എടുത്തു. ഓക്കെ, ഇനി 3 എടുത്തു, ആ 3ലേക്ക് ഒരു എഡ്ജ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ നെക്സ്റ്റ് 4 കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി 4 കൺസിഡർ ചെയ്തു, 4ലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തത് വീണ്ടും എടുക്കാം. അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ അടുത്തതിൽ 1 ഓൾറെഡി നമ്മളിവിടെ കൺസിഡർ ചെയ്താണ്, 2 ഓൾറെഡി കൺസിഡർ ചെയ്താണ്. അപ്പോൾ നമുക്കിനി അടുത്ത് എന്തെടുക്കാം, 3 എടുത്ത്. ഇനി 4ന്ന് 3ലേക്ക് ഒരു എഡ്ജ് ഉണ്ടോ, ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് പൊസിഷൻ നോക്കണം. നെക്സ്റ്റ് പൊസിഷനിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി 1 2 3 4 ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇനി കൺസിഡർ ചെയ്യേണ്ട ഏതാണ്, 5 ആണ്. അപ്പോൾ 5 എടുത്തു കഴിഞ്ഞാൽ 5ലേക്കൊരു വേർട്ടെക്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി വേർട്ടെക്സ് ഉണ്ട് എങ്കിൽ ഓക്കെ നമ്മളത് കൺസിഡർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് നോക്കണം, 5ന്ന് 1ലേക്കൊരു വേർട്ടെക്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ കോമ്പിനേഷൻസും നോക്കും. അപ്പോൾ 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ 4 എണ്ണത്തിലുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ n വേർട്ടെക്സ് ഉണ്ടെങ്കിൽ നമ്മൾ n-1 ഫാക്ടോറിയൽ ആ കോമ്പിനേഷൻസ് ആണ് വരിക. അപ്പോൾ n-1 ഫാക്ടോറിയൽ. അപ്പോൾ n-1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ n കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ big of n/n ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ വേഴ്സസ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ദ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഫൈൻഡ്സ് എ ടൂൾ ആൻഡ് ദാറ്റ് ഹാസ് മിനിമം കോസ്റ്റ്, and Hamiltonian cycle finds all possible tools from the
ഗ്രാഫ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് മിനിമം കോസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമം കോസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എന്നാൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള പാത്തുമാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ.